പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് ഓഗസ്റ്റ് മാസം 30 ശനിയാഴ്ച. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 1 വാക്യം. അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബെരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധം ആയിരുന്നു. ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തു ശിഷ്യർക്ക് 3 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ വിവരണമാണിത്. അതാകട്ടെ തിബെരിയാസ് എന്ന കടലിൻ്റെ കരയിലും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് തിബെരിയാസ് എന്ന ഈ കടലിനെ വിളിക്കുന്നത്. തിബെരിയാസ് കടൽ എന്ന് പറയുന്നത് ഗലീല കടൽ തന്നെയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ കായലാണ്. പർവ്വതങ്ങൾ ചുറ്റിപ്പറ്റിയ മനോഹരമായ താഴ്വരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വേദഭാഗത്തിൽ ശിഷ്യരിൽ ശിമോൻ പത്രോസും തോമസും ഉൾപ്പെടെ 7 പേർ അവരുടെ മുൻപിലത്തെ തൊഴിലായ മീൻപിടുത്തത്തിനായി പുറപ്പെടുന്നു. ഒരു രാത്രി മുഴുവൻ അവർ അധ്വാനിക്കുന്നു. എന്നാൽ അത് വൃഥാവാകുന്നു. പുലർച്ചെ യേശു കരയിൽ നിന്ന് അവരോട് പറയുന്നു, പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവിൻ. അവർ അനുസരിക്കുന്നു. പെരുത്ത മീൻകൂട്ടം അവർക്ക് ലഭിച്ചു. തുടർന്ന് തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കാണുന്നു. യേശു അവർക്ക് അപ്പം കൊടുക്കുന്നു. തുടർന്നാണ് ശിമോൻ പത്രോസിനെ യേശു തമ്പുരാൻ ദൗത്യം ഭരമേൽപ്പിക്കുന്നത്. തിബെരിയാസ് നൽകുന്ന ആത്മീയ ദർശനങ്ങൾ പ്രസക്തമാണ്. യേശു നമ്മുടെ സാധാരണ ജീവിത സാഹചര്യങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നവനും നമ്മോടൊപ്പം ആയിരിക്കുന്നവനുമാണ് എന്ന് ഇവിടെ മത്സ്യബന്ധനത്തിനിടയിൽ യേശു ശിഷ്യന്മാരെ സന്ദർശിച്ചത് ഓർപ്പിക്കുകയാണ്. എന്നാൽ യേശുവില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ ശൂന്യത മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് ഇത് നൽകുന്നു. യേശുവിൻ്റെ വചനമനുസരിക്കുമ്പോൾ ആ ശൂന്യത നിറവിൻ്റെ അനുഭവത്തിലേക്കും ഇടയാവുകയാണ്. പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്കുള്ള മാറ്റം ഉണ്ടാകുന്നു. യേശുവിൻ്റെ വചനം അനുസരിച്ചപ്പോൾ വലിയ മീൻപിടുത്തം, വിജയം അവിടെ സംഭവിക്കുന്നു. യേശു തമ്പുരാൻ കടൽ തീരത്ത് ശിഷ്യന്മാർക്കായി അപ്പവും മീനും ഒരുക്കുന്നു. അതിലൂടെ അവിടുത്തെ സ്നേഹവും പരിപാലനവും അവർക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയാണ്. അത് പുതിയ ദൗത്യമായ എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന ആഹ്വാനത്തിലേക്കും വഴിതെളിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചിലപ്പോൾ യേശുവിൻ്റെ വിളിക്കനുസരിച്ചുള്ള പൊതുജീവിത അനുഭവങ്ങളിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് മാറിയുള്ള ജീവിത ശൈലിയെ നാം അവലംബിച്ചേക്കാം. തിബെരിയാസ് പഠിപ്പിക്കുന്നത് യേശുവിനെ കൂടാതെയുള്ള പ്രവർത്തനങ്ങൾ വ്യർത്ഥമാണ്, ശൂന്യത മാത്രമേ സമ്മാനിക്കുകയുള്ളൂ. എന്നാൽ ദൈവ വിളിക്കനുസരിച്ച് ദൈവത്തോട് ചേർന്ന് അനുസരണത്തോടെ ജീവിതം നയിച്ചാൽ പെരുത്ത അനുഗ്രഹങ്ങളെ കൊണ്ട് ജീവിതം മാറ്റപ്പെടും. ദൈവവിളിയിൽ നിന്ന് നാം അകലത്തിലാണ് എങ്കിൽ തിബെരിയാസ് നമുക്ക് ആഹ്വാനമേകുന്നു. ദൈവവിളിക്കും ദൈവപദ്ധതിക്കും നമ്മെ സമർപ്പിക്കുവാൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.